സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും 2024 എന്ന പുതിയ വർഷത്തിൻ്റെ നവവത്സര ആശംസകൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതിയ വർഷം പുത്തൻ പ്രതീക്ഷയോടെ നമുക്ക് ആരംഭിക്കാം. ദൈവത്തോടുകൂടെ ആരംഭിക്കാം. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവവചന ധ്യാനത്തോടെ ആരംഭിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കാം. ദൈവത്തിൻ്റെ സഹായം അതിനായി ജീസസ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ദൈവം നൽകട്ടെ. ദൈവകൃപ കഴിഞ്ഞ ഒരു വർഷം കൂടെ നമ്മെ കാത്തിരിക്കുകയാണ്. ദൈവകൃപ കഴിഞ്ഞ ഒരു വർഷം കൂടെ നാം അനുഭവിച്ചിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ ആദ്യ ദിവസം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം എത്രയോ ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ശോധനകൾ, പരീക്ഷകൾ നമ്മെ തേടിയെത്തിയെങ്കിലും അവ അനർത്ഥത്തിന് വ്യസന കാരണമാകാതെ വണ്ണം നമ്മെ കാത്തു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാസത്തിൻ്റെ ആരംഭ ദിനം കാണുവാൻ നമുക്ക് സാധിച്ചു. മുഴുമഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 65 വാക്യം 11. നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 65 സങ്കീർത്തനം 11 വാക്യത്തിൽ വർഷങ്ങളെ, ആണ്ടുകളെ അഥവാ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ നാളുകളെ, നമ്മുടെ സമയങ്ങളെ, നമ്മുടെ കാലങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുവാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. നന്മ രണ്ട് വിധമുണ്ട്: ആത്മീയമായ നന്മകൾ, ഭൗതികമായ നന്മകൾ. ഈ രണ്ടു വിധത്തിലുള്ള നന്മകളും പ്രാപിക്കുവാൻ നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ആത്മീയവും ഭൗതികവുമായ നന്മകൾ കൊണ്ട് അലങ്കരിക്കുവാനിടയാകും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ദൈവം ആത്മീയമായും ഭൗതികമായും അലങ്കരിച്ചിട്ടുണ്ട്, നിറച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. 90 സങ്കീർത്തനം 4 വാക്യത്തിൽ 1000 സംവത്സരം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഓരോ വർഷങ്ങളും ഓരോ നിമിഷങ്ങൾ പോലെയാണ്. 1000 സംവത്സരം പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു യാമം പോലെ അഥവാ ഒരു ദിവസം പോലെ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആയുഷ്കാലത്തെ സംബന്ധിച്ച് 90 സങ്കീർത്തനം 10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം എന്നാണ്. ദൈവത്തിൻ്റെ സംവത്സരങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് എബ്രായർ 1:12 പറയുന്നു. ദൈവത്തിൻ്റെ സംവത്സരങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല. നമ്മുടെ സംവത്സരങ്ങൾക്ക് ഒരു അവധി വച്ചിരിക്കുകയാണ്. നാം അല്പായുസ്സുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ ദൈവ സഹായത്തോ ജീവിച്ചാൽ നമുക്ക് നന്മ കൊണ്ട് അലങ്കൃതമായിരിക്കുവാൻ കഴിയും. ആവർത്തനം 11:12 ഇങ്ങനെ പറയുന്നു. ആവർത്തന പുസ്തകം 11:12. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഇവിടെ
ഈ വാക്യത്തിൽ കാണുന്ന അതിന്മേൽ എന്നുള്ള വാക്കുമാറ്റി അവിടെ നമ്മുടെ പേര് ചേർത്താണ് വായിക്കാനുള്ളത്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ, അഥവാ ഇത് ധ്യാനിക്കുന്ന, ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ഈ പുതിയ വർഷം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നിങ്ങളെ പുതിയ വർഷം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. നുഷസ്സിൻ പൂഞ്ചിറകിന്മേൽ പുതിയൊരു വർഷമുണർന്നു. പാരിടമാകെ പാരിനുടയവൻ കാന്തി കതിരു ചൊരിഞ്ഞു. പുത്തനുഷസ്സിൻ പൂഞ്ചിറകിന്മേൽ പുതിയൊരു വർഷമുണർന്നു. പാരിടമാകെ പാരിനുടയവൻ കാന്തി കതിരു ചൊരിഞ്ഞു. ഒന്നായി ചേർന്നീ നവ്യദിനത്തിൽ ആശംസകളെ ഗീടാം. പോയ ദിനത്തിൽ പരിപാലിച്ചൊരു നാഥനു കീർത്തനമേകാം. പോയ ദിനത്തിൽ പരിപാലിച്ചൊരു നാഥനു കീർത്തനമേകാം. പുതുവർഷത്തിൻ പാതയിലെന്നും നവചൈതന്യം നിറയാൻ നന്മ നിറഞ്ഞൊരു സ്നേഹസ്വരൂപൻ വൻകൃപ നമ്മിൽ ചൊരിയട്ടെ. നന്മ നിറഞ്ഞൊരു സ്നേഹസ്വരൂപൻ വൻകൃപ നമ്മിൽ ചൊരിയട്ടെ. പുത്തനുഷസ്സിൻ പൂഞ്ചിറകിന്മേൽ പുതിയൊരു വർഷമുണർന്നു. പാരിടമാകെ പാരിനുടയവൻ കാന്തി കതിരു ചൊരിഞ്ഞു.